നമസ്കാരം. ജ്ഞാനാമൃതധാരയുടെ സംശയ നിവാരണ പരമ്പര തുടരുന്നു. ഏവർക്കും ഈ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംശയങ്ങൾ മനസ്സിൽ നിലനിൽക്കെ ആത്മീയ പുരോഗതി കൈവരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം വായിക്കാം. എൻ്റെ പേര് ഗായത്രി, വയനാടാണ് വീട്, BCom പഠിക്കുന്നു. ജ്ഞാനാമൃതധാര എന്ന പരിപാടിയോട് വളരെയധികം കടപ്പാടുണ്ട് എനിക്ക്. എന്റെ മനസ്സിലെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഈ പരിപാടി ഉത്തരം നൽകി. സംശയങ്ങൾ ചോദിക്കുവാൻ അവസരം നൽകുന്നു എന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എനിക്ക് ഒരുപാട് സംശയങ്ങൾ മനസ്സിലുണ്ട്. എന്നാലും എല്ലാം ഒരുമിച്ച് ചോദിക്കുന്നില്ല. അതായത്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഭൂരിഭാഗം പേരും ആത്മബോധത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. അവരിലും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നവരുമുണ്ട്. ആത്മബോധമോ ധ്യാനമോ പഠിക്കാതെയും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ സോൾ കോൺഷ്യസ് ലിവിംഗ് അത്യാവശ്യമാണോ? ബോഡി കോൺഷ്യസിൽ ജീവിക്കുന്നത് കൊണ്ട് അപകടമൊന്നുമില്ലല്ലോ, അങ്ങനെയും ജീവിച്ചുകൂടെ? ഇതിനായുള്ള ഉത്തരം നമുക്ക് ജ്ഞാനരത്നങ്ങളിലൂടെ ലഭിക്കും. ഓം ശാന്തി. നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നാം എല്ലാവരും പൊതുവെ ശരീരബോധത്തിൽ, ബോഡി കോൺഷ്യസിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഗായത്രി ചോദിച്ചതുപോലെ ഈ ദേഹബോധത്തിലുള്ള ജീവിത രീതിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിക്കാൻ കഴിയുന്നില്ല എന്നില്ല, ജീവിക്കുന്നുണ്ട്. എല്ലാവരും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആത്മജ്ഞാനമോ ആത്മബോധമോ ഇല്ലാതെ തന്നെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മബോധത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ സോൾ കോൺഷ്യസ് ലിവിങ് നമുക്ക് വേണ്ടത്, അതിൻ്റെ കൂടുതൽ പ്രയോജനം നമുക്കുണ്ടാകുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിലാണ്. കാരണം ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാകട്ടെ, ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് ജീവിതത്തിലെ വിപരീത പരിതസ്ഥിതികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അത് നേരിടാനുള്ള നമ്മുടെ ശക്തിഹീനത, മനസ്സിൻ്റെ ദുർബലതകൾ, അതേപോലെ ജീവിത നൈരാശ്യം വർദ്ധിച്ച് വിഷാദ രോഗങ്ങളിലേക്കുള്ള യാത്ര, ഇതെല്ലാമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വളരെയധികം ദുശ്ശീലങ്ങൾക്ക് നമ്മൾ അടിമയാകുന്നത്, ലഹരി വസ്തുക്കളുടെ അടിമത്വം, ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്രകാരം വിപരീതമായിട്ടുള്ളതും അതേപോലെ നെഗറ്റീവായിട്ടുള്ളതുമായ സാഹചര്യങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം പോണേ. ആ നെഗറ്റീവ് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിപരീത സാഹചര്യങ്ങൾ നേരിടാനുള്ള ശക്തിഹീനത അത് നമ്മൾ കാണുന്നുണ്ട്. അതായത് മനുഷ്യ മനസ്സുകൾ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു ജീവിത പ്രതിസന്ധി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴാണ് ആത്മജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ സോൾ കോൺഷ്യസ് ലിവിങ്ങിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ വരുന്നത്. ഇപ്പോൾ സാധാരണ രീതി പറയാറുണ്ടല്ലോ, ഹൈവേ കൂടി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അത്രയും നമുക്ക് റിസ്ക് തോന്നില്ല. കാരണം റോഡ് നല്ലതാണ്, മുന്നോട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മിടുക്കൻ അല്ലാത്ത ഒരു ഡ്രൈവറിന് പോലും ഒരു പരിധിവരെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ എപ്പോഴാണോ കുണ്ടും കുഴിയും റോഡിലുണ്ടാകണേ, അതേപോലെ സ്പീഡ് ബ്രേക്കുകൾ വരുന്നത്, അതേപോലെ കൂടുതൽ ടേണിങ്സ് ഉണ്ടാകുന്നത്, അതേപോലെ ക്രോസിങ്ങുകൾ ധാരാളം ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ഡ്രൈവറുടെ എക്സ്പേർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അത് മാത്രമല്ല സാധാരണ പറയാറില്ലേ, ജീവിതത്തിൽ ഡ്രൈവിങ്ങിൽ തന്നെ പറയുമല്ലോ, ഇപ്പോൾ ആക്സലറേറ്റർ കാല് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ വണ്ടി പോകും. വണ്ടി സ്പീഡിൽ ഓടിക്കുക എന്നതുകൊണ്ട് ഒരാളെ മിടുക്കനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്പീഡിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം മിടുക്കൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിടുക്കനായ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ ആളുടെ കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബാക്കി ആര് ആക്സിലറേറ്റർ കാല് വെച്ചാൽ അത് ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരാളും ആക്സിലറേറ്റർ കാല് കൊടുത്താൽ സ്പീഡിൽ പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എവിടെ ബ്രേക്ക് ചവിട്ടണം, എവിടെ ക്ലച്ച് ചവിട്ടണം, എല്ലാറ്റിലും നമ്മുടെ ആ കൺട്രോളും ഏകാഗ്രതയും എവിടെ ഉണ്ടായിരിക്കണമോ അതിനനുസരിച്ച്
ആ കാറിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുക എന്നുള്ളതിലാണ് ഒരു ഡ്രൈവറുടെ വിജയം. അപകടം കൂടാതെ അഥവാ അപകടഘട്ടങ്ങളിലും നമുക്ക് വളരെ സ്മൂത്തായിട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇന്നത്തെ നമ്മുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ശരിക്കും പറയാറുണ്ടല്ലോ, ലൈഫ് ഈസ് എ ജേർണി എന്നാണ് പറയുക. ജീവിതം ഒരു യാത്രയാണല്ലോ. അപ്പം നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മുടെ യാത്രയും എപ്പോഴും NH പോലെയുള്ള റോഡിൽ കൂടി മാത്രമല്ലല്ലോ നമ്മുടെ യാത്രയും കടന്നു പോകുന്നത്. പലപ്പോഴും കയറ്റിറക്കങ്ങൾ, വിപരീത പരിതസ്ഥിതികൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനവും ആത്മബോധവും ധ്യാനവുമെല്ലാം അതിൻ്റെ എല്ലാം പ്രയോജനം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ഇങ്ങനെയുള്ള വിപരീത സാഹചര്യങ്ങളാണ്. ഈ വിപരീത സാഹചര്യങ്ങളിൽ ഇത് കൂടുതൽ ഉപയോഗപ്പെടും. ഇനി വിപരീത സാഹചര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോൾ കടന്നു വരുന്നു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പം ചിലർ ജീവിതത്തിൽ പ്രത്യേകിച്ചും മെഡിറ്റേഷൻ പഠിക്കാൻ അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ പോകുന്നത്, സാധാരണ ചിലരിങ്ങനെ പറയാറുണ്ട്, ദുഃഖവും ടെൻഷനും ഒക്കെ ഉള്ളവർക്കല്ലേ ആശ്രമത്തിൽ പോകണ്ടോ, അല്ലെങ്കിൽ സത്സംഗത്തിൻ്റെ ആവശ്യമുള്ളൂ, ആധ്യാത്മിക ജ്ഞാനം വേണ്ടോ, മെഡിറ്റേഷൻ വേണ്ടോ? ശരിയാണ്. ഒരളവ് വരെ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുന്ന ഒരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ വളരെയധികം വിപരീത പ്രതിസന്ധികളിലെ തരണം ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടം വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ജീവിതത്തിലെല്ലാം പയറ്റി നോക്കിയിട്ടും പറ്റാത്തൊരു ഘട്ടം വരുമ്പോഴാണ് ചിലപ്പോൾ ആധ്യാത്മികതയെ ആശ്രയിക്കണം. അതിൽ നിന്ന് അതിനുള്ള മുക്തിക്കുള്ള യുക്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് ആധ്യാത്മിക മാർഗത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ മറ്റൊരു വസ്തുത മനസ്സിലാക്കേണ്ടത്, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ആവശ്യകത എനിക്കിപ്പോൾ ദുഃഖവും അശാന്തിയും കഷ്ടമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിലെ നെഗറ്റീവ് സാഹചര്യങ്ങൾ ആരുടെ ജീവിതത്തിൽ എപ്പോൾ കടന്നു വരാൻ പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി നമുക്കാർക്കും അറിയില്ല. കാരണം അതെല്ലാം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്നാണ് ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന വിപരീത സാഹചര്യങ്ങളെ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാനുള്ള മനക്കരുത്ത് നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. കാരണം മഴ വരുന്ന സമയത്ത് നമ്മൾ കുട തേടുന്നതിനേക്കാളും പറയാറുണ്ടല്ലോ, കുട നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവേകം. കാരണം കുട നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മഴക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ കുറച്ച് എളുപ്പമാണ്, ധൈര്യം ഉണ്ടാവും. ആ കുടയുണ്ടല്ലോ, അപ്പോൾ യാത്രക്കിടയിൽ മഴ വന്നാലും എനിക്ക് നനയാതെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലാതെ മഴ പെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുട അന്വേഷിക്കുന്നതിനേക്കാളും പറയാറുണ്ടല്ലോ, പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയാം. അപ്പം നമുക്ക് മുൻകരുതലുകൾ എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് എന്നാൽ എനിക്ക് പ്രശ്നം വരട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധി വരട്ടെ, അപ്പം ഞാൻ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ മാർഗം അല്ലെങ്കിൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആത്മബോധത്തിൻ്റെ അഭ്യാസം അപ്പം ചെയ്യാം എന്നുള്ളതല്ല. വളരെ കാലം ഏതൊന്ന് നമ്മൾ അഭ്യസിച്ചുവോ അതാണ് നമുക്ക് സമയത്ത് ഉപയോഗത്തിൽ വരിക. അല്ലാതെ ഉപയോഗത്തിൽ വരേണ്ട ആവശ്യ സമയത്ത് നമുക്കിതൊന്നും തേടിപ്പോകാനോ അപ്പം അഭ്യസിക്കാനോ പറ്റില്ല. വളരെ കാലത്തെ അഭ്യാസം സമയത്തിൽ ഉപകാരത്തിൽ വരും. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്മീയ അവബോധത്തിൻ്റെ ആവശ്യകത, സോൾ കോൺഷ്യസ് ലിവിങ്, വളരെ കാലത്തെ ഈ അഭ്യാസമാണ് നമുക്ക് വിപരീത പരിതസ്ഥിതികളിൽ സമയത്ത് ഉപകാരത്തിൽ വരിക. ആ സമയത്ത് നമുക്ക് അത് തേടുകയോ അന്വേഷിക്കുകയോ അഭ്യസിക്കാനോ കഴിയില്ല. കാരണം വിപരീത പരിതസ്ഥിതി ഒരു വ്യക്തിയുടെ മുന്നിൽ വരുമ്പോൾ അപ്പോൾ ഓടിപ്പോയിരുന്ന് നമുക്ക് ജ്ഞാനം കേൾക്കാനോ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനോ കഴിയില്ല. കാരണം അത് യുദ്ധസ്ഥലമാണ്. യുദ്ധസ്ഥലത്ത് നമ്മൾ ആരും അസ്ത്രം അന്വേഷിച്ച് പോകാൻ പറ്റില്ല. യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ ആവനാഴിയിൽ എന്ത് അമ്പുണ്ടോ അസ്ത്രമുണ്ടോ അതിനെ ഉപയോഗിക്കാൻ മാത്രമേ കഴിയൂ. അപ്പോൾ ആവനാഴിയിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മുടെ ബുദ്ധിയുടെ ആവനാഴിയിൽ സ്റ്റോക്ക് വേണം. ആ സ്റ്റോക്ക് നമുക്കുണ്ടെങ്കിൽ സമയത്ത് ശത്രു വരുമ്പോൾ അതിനെ എടുത്ത് ഉപയോഗിച്ച് നമുക്ക് വിജയം നേടാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അഭ്യാസം നമ്മൾ ചെയ്യുകയും ആവനാഴിയിൽ നമുക്ക് ആ സ്റ്റോക്ക്, ഒന്നുകിൽ ജ്ഞാനരത്നങ്ങളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അഥവാ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ശക്തികൾ, ആ അമ്പും വില്ലും എല്ലാം നമുക്ക് സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ഡോക്ടറാണ്, നല്ലൊരു സർജൻ, പ്രാക്ടിക്കലി നടന്ന സംഭവമാണ്. നല്ലൊരു സർജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെയധികം ഓപ്പറേഷൻസ് നടത്തി അനവധി രോഗികളെ
പല തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള ഒരു നല്ല മിടുക്കനായ ഒരു സർജൻ. മിടുക്കൻ എന്ന് വെച്ചാൽ എല്ലാവരും നല്ല സർജൻ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സർജൻ്റെ മുന്നിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകൻ അപകടത്തിൽപ്പെട്ടിട്ട് ആ മകൻ അപകടത്തിൽപ്പെട്ട് ആ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ മകൻ്റെ മുഖം കണ്ടതും ആ സർജൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങിയെന്നാണ് പറയണം. അദ്ദേഹത്തിന് തൻ്റെ മോനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഏറ്റവും മിടുക്കനാണ്, നാട്ടിലെ ഏറ്റവും മിടുക്കനായ സർജൻ. അദ്ദേഹത്തിന് അപ്പുറം ഒരു മിടുക്കനായ സർജനില്ല. എന്നിട്ടും സ്വന്തം മോൻ അപകടത്തിൽപ്പെട്ട സമയത്ത് ആ സർജന് കൈവിറക്കുകയാണ്. അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? സർജറി പഠിക്കാഞ്ഞിട്ടല്ല, മിടുക്കനായിരുന്നില്ല എന്നുള്ള കാരണവുമല്ല. പിന്നെയോ എൻ്റെ മോൻ, ആ മോൻ്റെ ചിത്രം കണ്ടതും മുഖം കണ്ടതും അദ്ദേഹത്തിൻ്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് ഓപ്പറേഷന് മറ്റു ഡോക്ടറെ ആശ്രയിക്കേണ്ടി വന്നു പറയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഡോക്ടറാണ് എന്നുള്ള ബോധം, അതായത് ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രവൃത്തികളുടെയും പെരുമാറ്റത്തിൻ്റെയും ആധാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ നിലനിൽപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോധത്തെ ആശ്രയിച്ചല്ലേ. നമ്മുടെ ബോധതലത്തിൽ എന്താണുള്ളത്? ആ പ്രജ്ഞയെ ആശ്രയിച്ചിരിക്കുകയാണ്. ബോധതലത്തിൽ എങ്ങനെയാണോ, ആ ബോധതലത്തിൽ എന്ത് പ്രവർത്തനമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അവബോധത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആക്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ബോധതലത്തിൽ എന്താണോ നിലനിൽക്കണം. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഈ കേസിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ ഡോക്ടറാണെന്ന ബോധം, അതിൽ തന്നെ ഞാൻ സർജനാണെന്ന ബോധം, അതിൽ തന്നെ ഞാൻ മിടുക്കനായ സർജനാണ്. ആ അവബോധം നാൾക്ക് നാൾ എന്ത് ചെയ്യാണ്? ആ ഡോക്ടറെ, സർജനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഓരോ ഓപ്പറേഷനും കൂടുതൽ കൂടുതൽ സക്സസ് ആകുകയാണ്. എത്രത്തോളം നല്ല നല്ല റിസൾട്ട് അദ്ദേഹത്തിന് കിട്ടി വരുന്നു, അത്രത്തോളം അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. ഞാൻ മിടുക്കനാണ്, നല്ല ഡോക്ടറാണ്, നല്ല സർജനാണ്, എനിക്കിത് ചെയ്യാൻ കഴിയും, ഇതിലൂടെ എനിക്ക് ഇത്ര സക്സസ് ഉണ്ടാക്കിയെടുത്തു. ഓരോ സക്സസ്സും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ബോധതലത്തിലുണ്ട് ഞാൻ മിടുക്കനായ സർജനാണ്. ആ ബോധമാണ് ഓപ്പറേഷൻ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതേ സ്ഥാനത്ത് സർജൻ എന്നുള്ള ആ റോൾ കോൺഷ്യസ്, ഞാൻ സർജനാണ് മിടുക്കനായ, ആ റോൾ കോൺഷ്യസ്നെസ് ആണ് അദ്ദേഹത്തെ കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ബോധതലത്തിൻ്റെ സ്ഥാനത്ത്, ഞാൻ സർജൻ എന്ന ബോധത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ അച്ഛനാണെന്ന ബോധം വന്നപ്പോൾ, ഇതെൻ്റെ മകനാണ്, എൻ്റെ മോൻ എന്നുള്ള ആ സ്മൃതി ഉണർന്നതും അച്ഛനാണ് താനെന്ന കോൺഷ്യസ് വന്നു. എൻ്റെ മോൻ, ആ മുഖം കണ്ടതും, മോൻ്റെ മുഖം കണ്ടതും അച്ഛനെന്ന് പറയുന്ന കോൺഷ്യസ് ഉണ്ടാക്കിയ ഫീലിംഗ് വരാൻ തുടങ്ങി മനസ്സിൽ. ആ ഫീലിംഗ് ബാഡ് ഫീലിംഗ് ഉണ്ടാക്കി, അറ്റാച്ച്മെൻറ്റ്, മോഹം. എൻ്റെ മോൻ അതേ ബെഡിൽ, അതേ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്ര രോഗികൾ വന്നിട്ട് പോയിട്ടുണ്ട്. ഈ മോനുണ്ടായ അപകടത്തിനേക്കാളും വലിയ രോഗങ്ങളും ആക്സിഡൻറ്റ് കേസുകളും ഈ ഡോക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ സ്ഥാനത്ത് ഇത് എൻ്റെ മോൻ എന്ന ഫീലിംഗ് വന്ന സമയത്ത്, എൻ്റെ മോൻ, ആ കോൺഷ്യസ് ഞാൻ അച്ഛനാണെന്നുള്ള ഡോക്ടർ എന്ന് പറയുന്ന ബോധം തന്നെ അവിടെ മാറി. അവിടെ ഞാൻ അച്ഛനാണെന്നുള്ള ബോധം പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ബോധതലത്തിൽ ആ കോൺഷ്യസ്നെസ്, ആ പ്രജ്ഞ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സർജൻ എന്ന് പറയുന്ന ബോധം അവിടെ മെർജായി, അത് അപ്രത്യക്ഷമായി. അച്ഛനെന്ന് പറയുന്ന കോൺഷ്യസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛനെന്ന് പറയുന്ന ബോധതലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന തോട്ട്സ്, എൻ്റെ മോൻ, പിന്നെ ആ തോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫീലിങ്സ്, അറ്റാച്ച്മെൻറ്റിൻ്റെ, എൻ്റെ മോനിങ്ങനെ സംഭവിച്ചുവല്ലോ, അതുണ്ടാക്കിയ നെഗറ്റീവ് ഫീലിങ്സ്, ആ ഫീലിങ്സിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ്, കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ആ മനോഭാവത്തിൽ വന്ന അന്തരം, ആ കൈകാല് വിറയ്ക്കൽ കാരണം ആക്ഷൻ, അദ്ദേഹം ആ സമയത്ത് ചെയ്യേണ്ട കർത്തവ്യം മറന്നു പോവുകയാണ്, ചെയ്യാൻ പറ്റാതെ വരികയാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങളുടെ ആധാരം നമ്മുടെ ബോധതലമാണ്. ബോധതലത്തിൽ എന്താണോ നിലനിൽക്കണേ, ആ ബോധതലത്തിന് അനുസരണമായിട്ടുള്ള സങ്കല്പവും
അതിനനുസരിച്ചുള്ള വിചാരങ്ങളും അതിനനുസരിച്ചുള്ള മനോഭാവവും, അത് ആ മനോഭാവത്തിനനുസരിച്ചുള്ള പെർഫോമൻസാണ്, അതിനനുസരിച്ചുള്ള ഒരു കർമ്മമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നത്. ആ കർമ്മത്തിനനുസരിച്ചാണ് കർമ്മഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊന്നും നമ്മൾ വേർതിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിൽ, നമ്മുടെ ബോധത്തിൽ പ്രവർത്തിക്കും. ഇപ്പം ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധം, ആ ബോധത്തിനനുസരിച്ചാണ് എൻ്റെ മനസ്സിൽ സങ്കല്പം വരണം. അപ്പം ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധമാണ് എന്നിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഞാൻ ചെറുപ്പക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണ് എന്നുള്ള ബോധം എൻ്റെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ, ഒരു പുരുഷനെ കാണുമ്പോൾ ഈ ആൾ പുരുഷനാണ്, സുന്ദരനാണ്, ആ ഒരു ബോധം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാക്കുന്നതാണ് അടുത്ത അട്രാക്ഷൻ, ആകർഷണം. ആ ഫീലിങ്സ് എൻ്റെ മനസ്സിൽ വരുമ്പോൾ, ആ ആകർഷണം എനിക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത ഫീലിംഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ പുരുഷനോടുള്ള ആകർഷണം എൻ്റെ ഉള്ളിൽ പിന്നെ കാമവികാരത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാക്കുകയാണ്. ആ കാമവികാരത്തിൻ്റെ ഫീലിംഗ് വരുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആ വ്യക്തിയെ പ്രതി, എല്ലാ പുരുഷനെയും പ്രതി ഒരേപോലെയല്ല അവർ, അല്ലേ? അപ്പം നോക്കൂ, പുരുഷന്മാർ അനവധിയുണ്ട്. അപ്പം എനിക്ക് എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് വേറെയാണ്. കാരണം എൻ്റെ അച്ഛനാണെന്നുള്ള കോൺഷ്യസ്നെസ്, ആ പ്രജ്ഞയാണ് അച്ഛനെ പ്രതി എൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുന്നില്ല. അച്ഛനെന്ന് പറയുന്ന ആ കോൺഷ്യസ്, ഞാൻ മോളാണെന്നുള്ള ആ ബോധം എൻ്റെ അച്ഛനെ പ്രതി എനിക്ക് ശുദ്ധമായ സ്നേഹമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ അച്ഛനെ പ്രതിയുള്ള എൻ്റെ മനോഭാവം പോസിറ്റീവാണ്. എൻ്റെ അച്ഛനോടൊപ്പമുള്ള എൻ്റെ ഇടപെടലുകൾ പോസിറ്റീവായ കർമ്മത്തിലേക്ക് എന്നെ നയിക്കുള്ളൂ. അതേ അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷൻ, എനിക്ക് രക്തബന്ധം ഇല്ലാത്തൊരു വ്യക്തി, അന്യൊരാളെ പ്രതി എൻ്റെ മനസ്സിൽ ആ നെഗറ്റീവ് ഫീലിംഗ് വന്നാൽ അത് എന്നിൽ കാമവികാരത്തിൻ്റെ ചേഷ്ടകൾ ഉണ്ടാക്കും, ആകർഷണം ഉണ്ടാക്കും, മനോഭാവം മാറും, ചേഷ്ടകൾ മാറും, കർമ്മങ്ങൾ മാറും. അതല്ല ഇന്ന് നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അച്ഛനാണെന്നുള്ള കോൺഷ്യസ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു മകളോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കും, ഇടപഴകൽ എങ്ങനെയായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്കൂൾ കോളേജിലാകട്ടെ, വീടുകളിലാകട്ടെ, ഈവൻ അച്ഛനും മകളും എന്നുള്ള ബന്ധത്തിനിടയിൽ ഉണ്ടായിരിക്കേണ്ട ആ പ്യുവർ ശുദ്ധമായ വികാരങ്ങൾ നിലനിൽക്കേണ്ട ആ ബന്ധം പോലും ഇന്ന് അപവിത്രമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം അച്ഛൻ മകളെ ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരുമിച്ച് പഠിക്കുന്ന സഹപാഠികൾ പരസ്പരം സാഹോദര്യ സ്നേഹത്തോടുകൂടി നിലനിൽക്കേണ്ട കലാലയ അന്തരീക്ഷം, പറയില്ലേ, സരസ്വതി ക്ഷേത്രം എന്നാണ് പറയുക സ്കൂളിനെ, കോളേജിനെ. ആ പരമപവിത്രമായ അന്തരീക്ഷത്തിൽ സാഹോദര്യത്തിൻ്റെ വളരെ നല്ല അന്തരീക്ഷം നിലനിൽക്കേണ്ട സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ സഹപാഠികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഓരോ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫീലിങ്സുകൾ നിയന്ത്രിക്കാൻ പറ്റണില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുദ്ധമായ ആത്മബോധത്തിൻ്റെ അഭാവം കാരണമാണ് ആത്മീയ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിന് കഴിയുന്നില്ല. പകരം അറ്റാച്ച്മെൻറ്റിലേക്ക്, ആകർഷണങ്ങളിലേക്ക് കുടുങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ആദ്യ പാഠത്തിൻ്റെ അഭാവം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ബാക്കിയെല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പാഠങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പാഠം, നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ പാഠം, നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ട, ബോധതലത്തിൽ ആദ്യം നിലനിൽക്കേണ്ട ആ പ്രജ്ഞ, ഞാൻ ആത്മാവാണെന്നുള്ള ആ പ്രജ്ഞ, എൻ്റെ കൂടെയുള്ളതെല്ലാം സഹോദരാത്മാക്കളാണെന്നുള്ള ആ പ്രജ്ഞ, ആ കോൺഷ്യസ്നെസ്, ആ ബോധതലം നമ്മുടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കേസുകളും പ്രവൃത്തികളും പ്രവർത്തനങ്ങളും സംഭവങ്ങളും തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സമസ്യകൾ? സ്ത്രീ പുരുഷൻ ആകർഷണങ്ങൾ, കാമവികാരത്തിൻ്റെ ചേഷ്ടകൾ, ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട പവിത്രത, പരിശുദ്ധി, അത് തളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മൂലകാരണം ഈ പ്രജ്ഞയുടെ, ഈ ബോധതലത്തിൻ്റെ, ആത്മബോധത്തിൻ്റെ, ആത്മജ്ഞാനത്തിൻ്റെ, ആത്മാവിനെക്കുറിച്ചുള്ള അറിവുകൾ പിന്നെയുണ്ട്. പക്ഷേ ബോധതലത്തിൽ, കോൺഷ്യസ്നെസ്സിലേക്ക് അത് വരുന്നില്ല. ആ അഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്, ആ ദൃഷ്ടികോണിൻ്റെ കുറവ് കൊണ്ടാണ് നെഗറ്റീവ് ഫീലിങ്സ് കൂടിക്കൂടി വരുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു 90% പ്രശ്നങ്ങളെ
തീർച്ചയായിട്ടും നമുക്ക് സോൾവ് ചെയ്യാൻ ഈ അവബോധത്തിൻ്റെ അഭ്യാസം 100% നമ്മളെ സഹായിക്കും. ഇത് ഗ്യാരൻറ്റീഡാണ്. കാരണം 9 ലക്ഷത്തോളം കുടുംബങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരുൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഈ അവബോധത്തിൻ്റെ അഭ്യാസത്തിലൂടെ തങ്ങളുടെ ജീവിതത്തിലെ മനോഭാവത്തിലെ പരിവർത്തനം കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്ന പ്രായോഗികമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ തെളിവുകൾ തന്നെ, ഈ പ്രാക്ടിക്കൽ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ പ്രൂഫ്. അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ ആ പരിവർത്തനം നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അവബോധത്തിൻ്റെ അഭ്യാസം തീർച്ചയായിട്ടും ഉപകാരപ്പെടും, ഉപയോഗപ്പെടുത്താൻ കഴിയും. ഉപയോഗത്തിലൂടെ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓം ശാന്തി. ആത്മബോധത്തിൽ ജീവിക്കുന്നതിലൂടെ പ്രതികൂല സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്നത് ഇന്നത്തെ പ്രയോഗശാലയിലൂടെ നമുക്ക് പഠിക്കാം. ഇന്നത്തെ പ്രയോഗശാലയിൽ നമുക്കേവർക്കും ഈ ബോധതലത്തിൻ്റെ പരിവർത്തനത്തിനുള്ള അഭ്യാസം ചെയ്യണം. കേവലം ഒരു കോൺഷ്യസ് ഷിഫ്റ്റാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ബോധതലത്തിലുള്ള മാറ്റം, ഞാൻ ശരീരമാണെന്ന ഈ ബോധം, ഈ മിഥ്യയായ ധാരണയിൽ നിന്ന് ഞാൻ ശുദ്ധമായ ആത്മാവാണ്, ഐ എം എ പ്യൂർ സോൾ, ശുദ്ധാത്മാവാണ് ഞാൻ എന്ന മനോഭാവത്തിലേക്കുള്ള പരിവർത്തനം. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ നമ്മുടെ സുന്ദരമായ ആത്മസ്വരൂപത്തെ ദർശിക്കാനുള്ള കഴിവ്. ആ സ്വരൂപത്തെ നമ്മൾ ദർശിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള എല്ലാവരെ പ്രതിയുള്ള മനോഭാവത്തിൽ ആ പ്യൂരിറ്റി, ശുദ്ധി, ശുദ്ധമായ വൈബ്രേഷൻ, ശുദ്ധമായ ഊർജത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ ആരംഭിക്കാൻ തുടങ്ങും. ഇന്നു മുതൽ ഞാനും നിങ്ങളും എല്ലാവരും ഈ ഒരു അഭ്യാസം നമ്മൾ ആരംഭിക്കണം. അവരവരുടെ ഉള്ളിലും ആരംഭിക്കണം. മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഈ ഗുപ്ത അഭ്യാസം നടന്നുകൊണ്ടേയിരിക്കണം. ചെയ്തു നോക്കൂ. ഈ ശുദ്ധമായ ഗുപ്തമായ അഭ്യാസം പോസിറ്റീവ് എനർജിയുടെ കൊടുക്കൽ വാങ്ങൽ നടത്തും. അതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ, വളരെയധികം ബന്ധങ്ങളിൽ പരിവർത്തനം, പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും, സ്വയം അനുഭവിക്കാൻ കഴിയും. ഇനി ശരീരബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഒരു പ്രയാണം. ധ്യാനാനുഭൂതി. ഓം ശാന്തി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ജീവിതയാത്രയിലുടനീളം അമ്മയായും സഹോദരിയായും, സ്ത്രീ പുരുഷൻ, ഹിന്ദു മുസൽമാൻ, അച്ഛൻ അമ്മ സഹോദരൻ മകൻ മകൾ, എഞ്ചിനീയർ ഡോക്ടർ അധ്യാപകൻ, ഏതെല്ലാം വേഷങ്ങളാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അനേക വേഷങ്ങൾ, കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നു. ഇവയെല്ലാം കേവലം നാടകത്തിലെ എൻ്റെ വേഷം മാത്രമാണെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. നാടകം അഭിനയിക്കുന്ന അഭിനേതാവ് ഞാനാണ്. ഈ വേഷത്തിൽ നിന്ന് വേറിട്ട അഭിനേതാവായ ഞാൻ ആത്മാവാണ്, ചൈതന്യ ശക്തിയാണ്. നക്ഷത്ര സമാനം ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന അതിസൂക്ഷ്മമായ ചേതനയാണ്. തത്വനിർമ്മിതമായ ഈ ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഈ കണ്ണിലൂടെ കാണുന്നതും
ഞാൻ ആത്മാവ് തന്നെയാണ്. വായിൽ കൂടി സംസാരിക്കുന്നത് ദിവ്യപ്രകാശമായ ഞാനാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും വേഷം മാറി മാറി നാടകാഭിനയം നടത്തുന്നത് അഭിനേതാവായ അലൗകിക ഊർജമായ ഞാൻ തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും അഭിനയിക്കുന്നതും ഞാൻ ആത്മാവാണെന്ന യാഥാർത്ഥ്യം എന്നിലുണരുകയായി. ആത്മശക്തിയാണ് ഞാൻ. ഓരോ കഥാപാത്രവും, എനിക്ക് കിട്ടിയിരിക്കുന്ന ഓരോ വേഷങ്ങളും ഏറ്റവും നന്നായി അഭിനയിക്കണം. അതിന് ഞാനാണെന്ന ബോധം, ഞാൻ ആത്മാവാണെന്ന ബോധം, എൻ്റെ സത്യബോധം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ശുദ്ധമായ, ശക്തിശാലിയായ ആത്മചേതനയാണ് ഞാൻ. ആത്മീയ ഊർജമാണ് ഞാൻ. ശാന്തസ്വരൂപമായ ശക്തിയാണ് ഞാൻ. ഇനി ഇന്നത്തെ ശ്രീമതം. ആത്മബോധത്തിൽ ജീവിക്കുമ്പോൾ സുഗമമായ പാതയിലും ബുദ്ധിമുട്ടുള്ള പാതയിലും ജീവിതമാകുന്ന വാഹനത്തെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ സോൾ കോൺഷ്യസ് ലിവിംഗ് ജീവിതചര്യയാക്കൂ. ഈ ജീവിതചര്യയിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.